ഹായ് ഓൾ. അപ്പം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിച്ചു അല്ലേ? അപ്പം അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് നമ്മൾ എന്താ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്, ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു 4 ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ പറഞ്ഞു എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ കുറച്ചേ ഉള്ളെങ്കിലും എല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാംസിൽ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 2ലാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് പോർഷൻസ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മുടെ പേപ്പർ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ വരുന്ന കുറച്ച് ജാവ, അതുപോലെ തന്നെ SQL, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 2ൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ജാവ പ്രോഗ്രാമിംഗ്, എന്താണ് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, what are the features of Java, the elements of Java program, ഒരു ജാവ പ്രോഗ്രാമിന് എന്തൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്, of Java program and how to execute Java program. അങ്ങനെ നമ്മൾ 4 ടോപ്പിക്സ് ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. എന്താണ് ഒരു ജാവ, what are the features of Java programming, what are the elements of Java program and how to execute the Java programs. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വാട്ട് ഈസ് എ ജാവ പ്രോഗ്രാംസ്. ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ പോയിന്റ് എന്താ? ജാവ ഈസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തായിരുന്നു? ഇറ്റ് ഈസ് deals with the real world entities. The real world entities are programmed with the help of object oriented programming and Java is one of the object oriented programming. Okay, Java എന്ന് പറയുന്നത് it is considered as the simple object oriented programming ആണ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാമ്പിൾ ആണ് ജാവ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ജാവ എന്ന് പറയുന്നൊരു സിമ്പിൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെന്ന് പറയാം. ഇനി ജാവ ഡെവലപ്പ് ചെയ്ത ആ ഒരു കമ്പനിക്ക് പറയുന്നതാണ് സൺ മൈക്രോ സിസ്റ്റം എന്ന് പറയും. സൺ മൈക്രോ സിസ്റ്റത്തിലാണ് ജാവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് ജെയിംസ് ഗോസ്ലിംഗ്. സൺ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിൽ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ് എന്ത്? ജാവ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, വാട്ട് ഈസ് ജാവ? ജാവ ഈസ് എ പ്രോഗ്രാമിംഗ് ആൻഡ് ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്നും കൂടി പറയാം. അതായത് ജാവേൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്കതിന് എന്ത് പറയാം? ജാവ ഒരു പ്ലാറ്റ്ഫോം എന്നും കൂടി പറയാം. നമുക്ക് അല്ലെങ്കിൽ ഡെഫിനിഷനായിട്ട് പറയാം, ജാവ ഈസ് ആൻ ഹൈ ലെവൽ റോബസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി എന്താണ് ഒരു ഹൈ ലെവൽ, എന്താണ് ഒരു റോബസ്റ്റ്, എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്നൊക്കെ നമ്മൾ ഫീച്ചറിലേക്ക് വരുമ്പം പറയാം. അപ്പോൾ ഇപ്പോൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ജാവ ഈസ് വൺ ഓഫ് ദ ഹൈ ലെവൽ റോബസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു ജാവ ഈസ് ഡെവലപ്ഡ് ബൈ സൺ മൈക്രോ സിസ്റ്റം in the 1995 year. Who's the father of Java? ജെയിംസ് ഗോസ്ലിംഗ് ആണ്. ഓക്കെ, ഇനി ജാവ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറയുന്നുണ്ട്. അതായത് ജാവ എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം ചെയ്തത് ഓക്ക് എന്നായിരുന്നു. അപ്പോൾ ഓക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് പിന്നെ ജെയിംസ് ഗോസ്ലിംഗ് എന്ത് ചെയ്തു? ഓക്ക് എന്ന പേര് മാറ്റി അത് ജാവയാക്കി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ജാവ ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് ആൻഡ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഹൈ ലെവൽ റോബസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആൻഡ് സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് ഡെവലപ്ഡ് ബൈ സൺ മൈക്രോ സിസ്റ്റം in 1995 and James Gosling is considered as the father of Java. And the Java is first named as Oak and later it is named to Java. Okay, and what are the features of object oriented programming? Mainly നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. There are different features of Java is there, like simple, secured, platform independent, robust, portable, architectural neutral, dynamic interpreted, high performance, multi-threaded and distributed. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ജാവയ്ക്ക്. ഇതിലും കൂടുതൽ ഇനിയും ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ നമുക്ക് ആകെ ഒരു 8 ഫീച്ചേഴ്സ് പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് ഒരു 8 ഫീച്ചേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ജാവ ഈസ് ദ സിമ്പിൾ ലാംഗ്വേജ്. ജാവ ഈസ് വൺ ഓഫ് ദ സിമ്പിൾ ലാംഗ്വേജ്. വൈ ജാവ ഈസ് കോൾഡ് എ സിമ്പിൾ? ജാവ എന്ന് പറയുന്നത് സിമ്പിൾ ആണെന്ന് പറയാൻ കാരണം ജാവേൻ്റെ
സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സിൻടാക്സുകൾ പ്രോഗ്രാം എഴുതുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് പെട്ടെന്ന് ഏതൊരു യൂസറിനും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ജാവേൻ്റെ പ്രോഗ്രാം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാവ ഈസ് സിമ്പിളാണ്. ഓക്കെ, ജാവ ഈസ് വെരി ഈസി ടു ലേൺ ആൻഡ് ഇറ്റ് സിൻടാക്സ് ഈസ് സിമ്പിൾ, ക്ലീൻ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ടാണ് ജാവ സിമ്പിളാണെന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കാരണം എന്താ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം റിയൽ വേൾഡിൽ എല്ലാം നമുക്ക് ഒബ്ജക്ട്സിൻ്റെ ഫോമാറ്റിൽ എഴുതാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ജാവ ഈസ് കോൾഡ് ആസ് ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. തേർഡ് വൺ ഈസ് ജാവ ഈസ് ഹൈലി സെക്യൂർഡ് ആണ്. ജാവ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ് സെക്യൂരിറ്റി. വി ക്യാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജാവ സെക്യൂർഡ് ആണെന്ന് പറയാൻ കാരണം നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് ഓർ വി ക്യാൻ ഡെവലപ്ഡ് വൈറസ് ഫ്രീ സിസ്റ്റംസ്. വൈറസ് ഫ്രീ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ജാവ എന്ന് പറയുന്നത് ഹൈലി സെക്യൂർഡ് ലാംഗ്വേജ് ആണ്. ഇനി ഞാൻ ഫസ്റ്റ് ഡെഫിനിഷനിൽ പറഞ്ഞു ജാവ ഈസ് സെക്യൂർഡ് ആണ് അല്ലെങ്കിൽ ജാവ എന്ന് പറയുന്നത് ഒരു റോബസ്റ്റ് ആണെന്ന് പറയാൻ കാരണം എന്താ എന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ റോബസ്റ്റ് ഈസ് സിംപ്ലി മീൻസ് സ്ട്രോങ്. അത് ജാവയ്ക്ക് ഹൈലി സ്ട്രോങ് മെമ്മറി മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ജാവ എന്ന് പറയുന്നത് റോബസ്റ്റ്. നിങ്ങളെ മറ്റേ റോബസ്റ്റ് പഴമല്ല, നിങ്ങൾ ഫിലിമിൽ കണ്ടത് വൈ ജാവ ഈസ് കോൾഡ് റോബസ്റ്റ് എന്ന് പറയുന്നത് റോബസ്റ്റ് ആണ് മീൻസ് ജാവ ഈസ് സ്ട്രോങ് ആണ്. സ്ട്രോങ് മെമ്മറി മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ജാവയെ റോബസ്റ്റ് എന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഫിഫ്ത്ത് ഫീച്ചർ ഓഫ് ജാവ ഈസ് പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ജാവയിൽ ജാവയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഡിനെ നമ്മൾ ബൈറ്റ് കോഡ് എന്ന് പറയും. ഓക്കെ, ജാവേൻ്റെ കോഡാണ് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. ഈ ബൈറ്റ് കോഡ് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും കൊണ്ടുപോയി റൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ജാവ പോർട്ടബിൾ ആണെന്ന് പറയാൻ കാരണം. അതായത് നമ്മളെ ലാബിലുള്ള സിസ്റ്റത്തിൽ നിന്ന് ചെയ്ത പ്രോഗ്രാമിനെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സിസ്റ്റത്തിലോ നമ്മുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്റത്തിലോ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ജാവ എന്ന് പറയുന്നത് പോർട്ടബിൾ. പോർട്ടബിളിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ക്യാരി ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിനാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ജാവ ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജാവേൻ്റെ ബൈറ്റ് കോഡ് ഉണ്ടല്ലോ, ആ കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതായത് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന ആ ഒരു ഏരിയക്കാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. ലിനക്സ് എന്ന് പറയുന്നത് വേറൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ മൊബൈലാണെങ്കിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് വേറൊരു പ്ലാറ്റ്ഫോം. അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്ന ആ ഒരു ഏരിയക്കാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വിൻഡോസിലോ അല്ല ലിനക്സിലോ ആൻഡ്രോയിഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാംസിനെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതിനാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് അല്ല. ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ വിൻഡോസിൽ മാത്രം റൺ ചെയ്യാൻ പറ്റുള്ളൂ, ലിനക്സിലാണ് ലിനക്സിൽ മാത്രം. പക്ഷേ ജാവ എന്ന് പറയുന്നത് അങ്ങനെയല്ല, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. സോ വി ക്യാൻ റൺ ഇൻ എനിവെയർ ഇൻ ദ പ്ലാറ്റ്ഫോം ലൈക്ക് വിൻഡോസ്, ലിനക്സ് ഓർ ആൻഡ്രോയിഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതാണ് ജാവ ഹാസ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. ജാവ എന്ന് പറയുന്നത് ഫാസ്റ്ററാണ്, ബാക്കി ലാംഗ്വേജസിനേക്കാളും ഹൈലി ഫാസ്റ്ററാണ്. അതുകൊണ്ടാണ് ജാവയ്ക്ക് പെർഫോമൻസും അതിനനുസരിച്ച് കൂടുതലാണ്. ഓക്കെ, ദ ലാസ്റ്റ് ഫീച്ചർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണോ പ്രോഗ്രാമിൽ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് അപ്പോഴൊക്കെ നമുക്ക് പ്രോഗ്രാമിൽ ഈസിലി ആയിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ജാവ എന്ന് പറയുന്നത് ഡൈനാമിക് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സാണ് ഒരു ജാവയ്ക്കുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ ഇറ്റ് ഇസ് സിമ്പിൾ, സിൻടാക്സിക്കലി ഇറ്റ് ഈസ് സിമ്പിളാണ്. ഇറ്റ് ഇസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റ് കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെക്യൂർഡ്, ഇത് വൈറസ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാം. റോബസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. പോർട്ടബിൾ മീൻസ് വി ക്യാൻ ക്യാരി ദ കോഡ് ഇൻ ടു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. ഇനി പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് മീൻസ് വി ക്യാൻ റൺ ദ പ്രോഗ്രാം ഇൻ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം പറയുന്നത് മാക്ക് എന്ന് പറയുന്നൊരു മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ ആപ്പിൾ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS എന്ന് പറയുന്നത്. ഇനി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ ലിനക്സിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഹൈ പെർഫോമൻസ് എന്ന് പറയാൻ കാരണം എന്താ, അത് ബാക്കിയുള്ള ലാംഗ്വേജിനേക്കാളും ഫാസ്റ്റാണ്. ഡൈനാമിക് മീൻസ് വി ക്യാൻ ചേഞ്ച് ഡിഫറെൻറ്റ് കാര്യങ്ങൾ, നമുക്ക് പെട്ടെന്ന് ചേഞ്ചസ് വരുത്താൻ പറ്റും നമ്മുടെ പ്രോഗ്രാമിലേക്ക്. ഓക്കെ, ഇത്രയാണ് ഒരു ജാവേൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ജാവ ലാംഗ്വേജ്. ഒരു ജാവ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു ജാവേൻ്റെ പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ വരുന്ന എലമെൻറ്റ്സ്, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജാവേൻ്റെ പ്രോഗ്രാം ഇങ്ങനെ നമ്മൾ എഴുതുന്നത് സിമ്പിൾ പ്രോഗ്രാം, ക്ലാസ് എന്ന് പറയുന്ന കീവേഡ്, ഇങ്ങനെ ഈ ഒരു സിൻടാക്സ് പഠിച്ചാൽ മതി, വേറൊന്നും നോക്കണ്ട. ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊന്നും, കാരണം ഇതൊക്കെ നമ്മൾ
കോർ പേപ്പറുകാർക്കാണ് ഇത് അതായത് CSR സ്റ്റുഡൻസിനാണ് ഇത് ഓരോന്നും നമ്മൾ ഡിഫറെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, ഈ പ്രോഗ്രാം എങ്ങനെ എഴുതുന്നൊക്കെ നോക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പ്രോഗ്രാമിങ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ കോഡ് മാത്രം നോക്കിയാൽ മതി. ക്ലാസ് സിമ്പിൾ ഒരു എക്സാമ്പിളാണ്. ക്ലാസ് സിമ്പിൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ് ഓഫ് system.out.println hello.java. അപ്പോൾ ഇതിൽ ഈ കോഡ് നിങ്ങൾ ഇതുപോലെ തന്നെ നോട്ടിൽ എഴുതിയെടുക്കുക. ഇനി ഇതിൽ ഓരോന്നും എങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ള ഓരോ പാരാമീറ്ററും എന്താണ് ക്ലാസ്, എന്താണ് പബ്ലിക്, അങ്ങനെ ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഇത് കോഡ്. ഇതിൽ ക്ലാസ് എന്ന് പറയുന്നത് ജാവയിൽ ഞാൻ പറഞ്ഞു ജാവേൻ്റെ പ്രോഗ്രാംസ് എല്ലാം ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് വെച്ചിട്ട് എഴുതുന്നത്. അപ്പോൾ ക്ലാസ് പ്രോഗ്രാം ജാവയിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ കോഡിനാണ് ക്ലാസ് എന്ന് പറയുന്നത് കീവേഡ്. ഓക്കെ, ഇനി പബ്ലിക് എന്ന് പറയുന്നതും ഒരു കീവേഡാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് നമ്മളൊരു പ്രോഗ്രാം ഇപ്പോൾ പബ്ലിക് എന്നുള്ള വേർഡ് കൊടുത്താൽ ഈ പ്രോഗ്രാം നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഓരോ വേരിയബിളും ആ പ്രോഗ്രാമിൽ കംപ്ലീറ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ല പ്രോഗ്രാമിൻ്റെ വിസിബിലിറ്റി ഈ ഒരു ലൈഫ് ലോങ് ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് പബ്ലിക്കിൻ്റെ മീനിങ്. ഇനി സ്റ്റാറ്റിക് എന്ന് പറയുന്നത് വേറൊരു കീവേഡാണ് സിയിൽ യൂസ് ചെയ്യുന്നത്. വോയിഡ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടൈപ്പാണ്. ജസ്റ്റ് ഇങ്ങനെ വോയിഡ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പാണ്. സ്റ്റാറ്റിക് ഒരു കീവേഡാണ്, പബ്ലിക് ഒരു കീവേഡാണ്. ജസ്റ്റ് ഇത് മാത്രം. ഇനി എന്താ കീവേഡ്, എന്താ റിട്ടേൺ ടൈപ്പ്, അങ്ങനത്തെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട, നമുക്ക് നോക്കാം. ഇനി മെയിൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ബിഗിനിങ് ആണ്. അതായത് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ പ്രോഗ്രാം. ഇനി സ്ട്രിങ് ഓഫ് ആർഗ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസർ കൊടുക്കുന്ന കമാൻഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് string.args എന്ന് പറയുന്നത്. ഇനി system.out.println നമ്മൾ എന്ത് കൊടുത്താലും അത് അതുപോലെ പ്രിൻറ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ system.out.println hello java എന്ന് കൊടുത്താൽ നമ്മൾ hello java എന്ന് പറയുന്നത് അതുപോലെ പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ടിൽ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് system.out.println എന്ന് പറയുന്ന ഒരു കീവേഡ്. അപ്പം ജാവയ്ക്ക് ഇതുപോലെ ഒരു എലമെൻ്റ് ആ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. ക്ലാസ്സിന് കൊടുക്കുക, അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് ക്ലാസ് വേണം. അതുകൊണ്ട് ക്ലാസ്സിന് കൊടുത്തു. ക്ലാസ്സിന് ശേഷം കൊടുത്ത ക്ലാസ്സിൻ്റെ നെയിമാണ്. സിമ്പിളിന് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും ക്ലാസ് നെയിം കൊടുക്കാം. ഇനി പബ്ലിക് എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൽ കംപ്ലീറ്റ് വിസിബിലിറ്റി ഉണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുന്നൊരു കീവേഡാണ്. വോയിഡ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ടൈപ്പാണ്. മെയിൻ എന്ന് പറയുന്നത് മെയിൻ ഓഫ് സ്ട്രിങ്സ് ഓഫ് ആർഗ്സ് കൊടുക്കുന്നത് യൂസേഴ്സിൽ നിന്ന് കമാൻഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. system.out.println കൊടുക്കുന്നത് അതിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ പ്രിൻറ്റ് ചെയ്ത് വരും. ഇത്രയാണ് ഒരു എലമെൻറ്റ്സ് ഓഫ് എ ജാവ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഹൗ ടു എക്സിക്യൂട്ട് ദ ജാവ പ്രോഗ്രാം. ഇനി ജാവ പ്രോഗ്രാം ഇപ്പം നമ്മൾ എഴുതിയത് ഒരു ജാവ പ്രോഗ്രാമാണ്. ഇപ്പം നമ്മൾ നേരെ തൊട്ട് മുകളിൽ എഴുതിയത് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാമാണ്. ഈ ജാവ പ്രോഗ്രാമെ നമ്മൾ സേവ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ HTML കോഡൊക്കെ എഴുതാറ്. അതായത് നമ്മൾ നോട്ട് പാഡിലല്ലേ എഴുതല്, നോട്ട് പാഡിലാണ് HTML കോഡ്. അതുപോലെ നിങ്ങൾ ജാവയും നോട്ട് പാഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഈ പറഞ്ഞ ഈ പ്രോഗ്രാം അതുപോലെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ സിസ്റ്റം ഉള്ളവർ ചെയ്ത് നോക്കിയാൽ കാണാം. ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ HTML ഒക്കെ സേവ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല, .htm ഓർ .html എന്ന് പറയുന്നത്. അതുപോലെ ജാവയ്ക്കും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്റ്റൻഷനാണ് നമ്മൾ ക്ലാസ് നെയിം .java എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ. .java നമ്മുടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മുടെ ക്ലാസ് നെയിം എന്താ, ഇപ്പം നമ്മളുടെ എക്സാമ്പിൾ സിമ്പിൾ എന്നാണ് അല്ലേ. അപ്പോൾ simple.java എന്ന് കൊടുത്താൽ ആ പ്രോഗ്രാം സേവായി. പ്രോഗ്രാം അങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, സേവ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് അത് സേവ് ചെയ്യുന്നത് ക്ലാസ് നെയിം .java എന്നിട്ട് സേവ് ചെയ്യും. ഇനി നമുക്ക് ഈ സേവ് ചെയ്തതിന് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. HTML ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് പ്രോഗ്രാം റൺ ചെയ്ത് കാണുന്നത് എങ്ങനെ, ഔട്ട്പുട്ട് കാണാൻ വേണ്ടി നമ്മൾ ബ്രൗസറിലാണ്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പൈൽ ചെയ്യുന്നത് നമ്മളൊരു കമാൻഡ് പ്രോംപ്റ്റ് വെച്ചിട്ടാണ്. CMD എന്ന് പറയുന്നൊരു നമ്മൾ കമ്പ്യൂട്ടറിൽ സെർച്ച് ബാറിൽ പോയി CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ CMD ഇങ്ങനെ കമാൻഡ് വരും. അതിനുള്ളിൽ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൽ ചെയ്യാന്ന് വെച്ചാൽ കമ്പൈലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എറർ ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് കമ്പൈൽ എന്ന് പറയുക. എറർ ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പൈൽ എന്ന് പറയുന്നത്, കമ്പൈലേഷൻ. ഇനി അത് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സിൻടാക്സ് ഉണ്ട്, JavaC എന്ന് പറയുന്നത്. ജാവാക് അല്ലെങ്കിൽ JavaC എന്ന് പറയാം. JavaC എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ക്ലാസ് നെയിം .java കൊടുക്കുക. അതായത് JavaC simple.java എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ കമ്പൈലേഷൻ പ്രോസസ്സായി. അതായത് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് കാണും. ഇനി നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോഡാണ് ജാവ ക്ലാസ് നെയിം. ഇവിടെ എന്ത് കൊടുക്കാം, ജാവ സിമ്പിൾ എന്ന് പറയുന്നത്.
അപ്പോൾ റൺ ചെയ്യുകയാണെങ്കിൽ അതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം നേരത്തെ കണ്ട ആ പ്രോഗ്രാമിനെ നമ്മൾ ഒരു നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുമ്പോൾ .java എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കുക. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ പോവുക. കമാൻഡ് പ്രോംപ്റ്റ് അല്ല CMDയിൽ പോയിട്ട് JavaC സ്പേസ് ക്ലാസ് നെയിം .java എന്ന് പറയുമ്പോൾ അത് കമ്പൈലാവും. അതിന് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് java.class name എന്ന് കൊടുത്ത് java സ്പേസ് ക്ലാസ് നെയിം എന്ന് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇവിടെ മേലെ ഔട്ട്പുട്ടായിട്ട് എന്താണ്, നമ്മൾ ഹലോ എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു അല്ലേ? നോക്കൂ, ഇവിടെ നമുക്ക് ഹലോ ജാവ എന്ന് പറയുന്നൊരു മെസ്സേജ്, ഇതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ജാവ, നിങ്ങൾക്ക് സിമ്പിളായിട്ടേ പഠിക്കാനുള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ലാബ് കിട്ടാനില്ല, ഇപ്പോൾ വീട്ടിൽ സിസ്റ്റം ഉള്ള ആൾക്കാർ ചെയ്ത് നോക്കാം. എന്നിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അല്ലാത്തവർ നമുക്ക് എന്തായാലും ഇനി 1-2 മാസം കൊണ്ട് എന്തായാലും കോളേജ് തുറക്കുമല്ലോ, അപ്പോൾ നമുക്ക് ലാബിൽ ചെയ്ത് നോക്കാം. നിങ്ങൾ തിയററ്റിക്കലി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പിന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. താങ്ക് യു.